കാണാത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനൻ ഉറങ്ങാൻ വേണ്ടി ബെഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡോറിൽ തട്ടുന്നത്. അപ്പം ചെന്ന് നോക്കുമ്പോൾ കൃഷ്ണമോൾ, എന്താ മോളെ നീ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ലേ ചേച്ചി, എനിക്ക് ഉറക്കം വന്നില്ല, അതെന്താ പറ്റിയെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ചേച്ചി നാളെ പോവില്ലേ, അതോർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല, എൻ്റെ മനസ്സിന് എന്തോ പോലെ ചേച്ചി. ചേച്ചി ഇവിടുന്ന് പോയാൽ ശരിയാകത്തില്ലല്ലോ. ഞാൻ ദൂരോട്ടേക്കൊന്നും അല്ലല്ലോ മോളെ പോകുന്നത്. എന്നാലും ചേച്ചി നാളെ മുതൽ ഇവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമാവുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അലീന പറയുന്നുണ്ട്, വാ ഇന്നിവിടെ കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അലീന കൊണ്ടുവന്ന് ബെഡിലിരുത്തുന്നുണ്ട്. അപ്പം എന്താ മോൾ എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി നാളെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താവാൻ, മാഡം തിരിച്ചു വരും, അതിനുശേഷം എല്ലാവരും പഴയതുപോലെ സന്തോഷമായിട്ട് കഴിയും. അതൊക്കെ ചേച്ചിയുടെ ആഗ്രഹം മാത്രമാണ്. അതെങ്ങാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? അച്ഛൻ ഇപ്പം അടങ്ങി നിൽക്കുന്നത് ചേച്ചി ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ചേച്ചിക്ക് വേണ്ടി മാത്രമാണ്. ചേച്ചിയുടെ മനസ്സിൽ അച്ഛന് വലിയ സ്ഥാനമാണെന്ന് അച്ഛനറിയാം. അത് അച്ഛൻ ഒരിക്കലും നശിപ്പിക്കാൻ നോക്കത്തില്ല. അതുകൊണ്ട് മാത്രം ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛനിപ്പം അടങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ വരികയും അമ്മ വെറുതെ ഇരിക്കത്തില്ല, അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അച്ഛന് ദേഷ്യം വരികയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതോടെ ഈ വീട് പഴയതുപോലാവും. ചേച്ചി പോയി കഴിയുമ്പം ഈ വീട് പഴയതുപോലാവും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന കൃഷ്ണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഉണ്ടാവത്തില്ല, അതൊക്കെ മോളുടെ തെറ്റിദ്ധാരണയാണ്, അതൊക്കെ മാറും. മാഡത്തിന് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മാറ്റമുണ്ടാവും. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല, അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ല ചേച്ചി. അച്ഛൻ എത്ര താന്നു കൊടുത്താലും അമ്മ മാറത്തില്ല. അച്ഛൻ പഴയതുപോലെ അമ്മ പറയുന്നത് കേട്ട് അടിമയായിട്ട് നിന്നാൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കൂ. ഒരിക്കലും ഇനി അങ്ങനെ നിൽക്കത്തില്ല അച്ഛന് ക്ഷമിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞ് ഇനി ഒരിക്കലും അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് അച്ഛൻ നിൽക്കത്തില്ല. അപ്പം അലീന പറയുന്നുണ്ട്, മോൾ അതൊന്നും ആലോചിക്കേണ്ട, എല്ലാം ശരിയാവും, വാ നമുക്ക് കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണയെ പിടിച്ച് കിടത്തുന്നുണ്ട്. കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് അലീന. അപ്പം ഇത് കാണുമ്പോൾ കൃഷ്ണയാണെങ്കിൽ സങ്കടത്തോടെ വീണ്ടും അലീനയെ ചേർന്ന് വന്നിട്ട് പറയാണ്, ചേച്ചിക്ക് ഇവിടുന്ന് പോകണോ? ചേച്ചി ഇവിടുന്ന് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന സങ്കടത്തോടെ പറയാണ്, ചേച്ചി പോവാതിരിക്കാൻ പറ്റത്തില്ല മോളെ, മോൾക്കറിയാലോ കാര്യങ്ങളൊക്കെ. ഞാനിവിടുന്ന് പോയേ പറ്റൂ, എന്നാലേ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ. എന്നാൽ ഞാനും കൂടെ വരട്ടെ ചേച്ചിയുടെ കൂടെ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ചേച്ചി ഇനി എന്നാ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ, എത്ര സന്തോഷകരമായ ദിവസമായിരുന്നു ഈ കടന്നു പോയത്. ഇവിടെ ബബിത ചേച്ചിയും രോഹിത്തേട്ടനും നമ്മളെല്ലാവരും കൂടെ അച്ഛനും എന്ത് സന്തോഷമായിരുന്നു ഈ വീട്ടിൽ. ആ സന്തോഷമെല്ലാം ഇന്നത്തോടെ തീരും ചേച്ചി നാളെ പോയി കഴിയുമ്പോൾ പഴയതുപോലാവും. രോഹിയേട്ടൻ്റെ വഴിക്ക്, ഭവതേച്ചിയുടെ വഴിക്ക്, എല്ലാവരും പല വഴിക്കാവും. ഇനി ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാവുന്ന ദിവസങ്ങൾ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് കരയാണ്. അങ്ങനൊന്നും പറയല്ലേ മോളെ. എല്ലാവരും നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് തന്നെ നിൽക്കണം, എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്നിച്ച് തന്നെ നിൽക്കണം. ചേച്ചിയും കൂടെ വേണ്ടേ, ചേച്ചിയും കൂടെ ഈ വീട്ടിലുള്ളതല്ലേ എന്ന് പറയുകയാണ്. അപ്പം അലീന കുറച്ച് സങ്കടത്തോടെ പറയാണ്, എന്നായാലും നമ്മളെല്ലാം പിരിയണ്ടേ മോളെ, പിരിഞ്ഞ് പല വഴിക്കാവണ്ടേ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പല വഴിക്കാവും. അങ്ങനെ ആവേണ്ടവരല്ലേ, അത് കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് സങ്കടത്തോടെ കരയുകയാണ്. എന്നാ ചേച്ചി ഇനി നമ്മൾ പഴയതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ വീട്ടിലുണ്ടാവുന്നേ എന്ന് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണ കരയുന്നുണ്ട്. അപ്പം കൃഷ്ണയടുത്ത് അലീന സങ്കടത്തോടെ പറയുന്നുണ്ട്, നമ്മളെല്ലാം ഒരുമിക്കും മോളെ, ഒരുമിച്ച് പഴയതുപോലെ ഇനിയും സന്തോഷത്തോടെ അച്ഛൻ്റെ കൂടെ നമ്മൾ ഇനിയും ഒരുമിച്ച് ജീവിക്കും എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. അങ്ങനെ കൃഷ്ണയും അലീനയും കെട്ടിപ്പിടിച്ചിരുന്ന് സങ്കടത്തോടെ ഓരോന്നിരുന്ന് രാത്രി മുഴുവനും പറയുകയാണ്. അങ്ങനെ നേരം വെളുത്തപ്പം തന്നെ അലീന കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ കൃഷ്ണയും ബബിതയും ഉണ്ട്. അപ്പം അലീന വന്ന് കിച്ചണിൽ കയറി ഓരോന്ന് ചെയ്യാൻ നേരത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് കിച്ചണിൽ കയറണ്ട. അതെന്താ മോളെ, ഞാൻ ഇന്ന് കിച്ചണിൽ കയറേണ്ടത്, എന്നും ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്, ഇന്ന് വേണ്ട, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, ചേച്ചി ചെയ്യണ്ട എന്ന് കുറച്ച് ദേഷ്യത്തോടെ കൃഷ്ണ പറയുന്നുണ്ട്. അതെന്താ ഞാൻ ചെയ്താൽ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അലീന. ഇന്ന് ചേച്ചി പോവുമല്ലേ, അപ്പം അതിനെന്താ, ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, ചേച്ചി പോയാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അപ്പോൾ ഞങ്ങൾ തന്നെ കയറി ജോലിയൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ ഇന്ന് മുതൽ ആയിക്കോട്ടെ, ചേച്ചി പൊക്കോളാൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ട് അലീനയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി പൊക്കോ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. എന്താ എന്നെ ഒഴിവാക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം
അലീനയെടുത്ത് കൃഷ്ണേച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞങ്ങളല്ലല്ലോ ചേച്ചി ഒഴിവാക്കുന്നത്, ചേച്ചിയല്ലേ ഞങ്ങളെ ഒഴിവാക്കി പോകുന്നത്, പിന്നെ എന്തിനാ ചേച്ചി അങ്ങനെ പറയുന്നത്, ഞങ്ങൾ ചേച്ചി ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല, ചേച്ചി ഞങ്ങളെ വിട്ടു പോകാനായിട്ട് ഒരുങ്ങിയത് ചേച്ചി തന്നെയാണെന്ന് കൃഷ്ണേച്ചി സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ചേച്ചി ഒരു ജോലിയും ചെയ്യേണ്ട, അടുക്കളയിൽ കയറേണ്ട, ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്, ചേച്ചി ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചിക്ക് രാവിലെ തന്നെ പോകണമായിരിക്കുമല്ലോ, അച്ഛൻ റെഡിയാവാൻ തുടങ്ങി കാണും, ചേച്ചിക്ക് ഇന്ന് പോകേണ്ട ദിവസമല്ലേ, ചേച്ചി പോയി റെഡി ആയിക്കോ, ഞങ്ങൾ ആഹാരമെല്ലാം ഞങ്ങൾ വെച്ചോളാം. മോളെ എന്താ മോളെ എന്നെ ഒഴിവാക്കി വിടുവാണോ, ഒരിക്കലും ഇല്ല, ചേച്ചി തന്നെയാണ് ചേച്ചിക്ക് പോകണമെന്ന് പറഞ്ഞതും ഞങ്ങളെ ഒഴിവാക്കി പോകുന്നത് ചേച്ചി തന്നെയാണ്, ഞങ്ങൾ ചേച്ചിയെ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാണ്. ചേച്ചി പൊക്കോളാൻ പറയുകയാണ് കൃഷ്ണ. അങ്ങനെ സങ്കടത്തോടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അലീന. അപ്പോൾ ഇത് കാണുമ്പോൾ ഭവതിക്കും കൃഷ്ണയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പം കൃഷ്ണയും അതേപോലെ അലീനയുടെ പുറകെ പോകുന്നുണ്ട്. ഈ സമയത്ത് ഭവതിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണ് കിച്ചണിൽ നിന്ന്. ലീന ആ വീട്ടിൽ നിന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടവും വിഷമവും ബബിതയ്ക്കാണ്. ബബിതയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിക്കരയുകയാണ് അലീന പോകുന്ന കാര്യം ആലോചിച്ച്. അങ്ങനെ മുറിയിൽ ചെന്ന് അലീന ഭയങ്കര സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. അലീനയ്ക്ക് നല്ല സങ്കടമുണ്ട്. അതിനുശേഷം ടേബിളിൽ ഇരുന്ന് രോഹിത്തിൻ്റെയും ബബിതയുടെയും കൃഷ്ണൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഭയങ്കര സങ്കടത്തോടെ കരയാണ്. കാരണം അലീനയ്ക്കും ആ വീട്ടിൽ നിന്ന് പോകാൻ ഒരു താല്പര്യമില്ല. സ്വന്തം സഹോദരങ്ങളെ അച്ഛനെയൊക്കെ വിട്ടു പോകാൻ അലീനയ്ക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ സ്വന്തം അമ്മ തന്നെയാണല്ലോ അടിച്ചിറക്കി വിടുന്നത്. അതോർത്ത് സങ്കടത്തോടെ കരയുകയാണ്. ഈ സമയത്ത് ബബിതയാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ കിച്ചണിൽ നിന്ന് ബബിതയും കരയുന്നുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കൃഷ്ണയും ബബിതയും. അങ്ങനെ ബാലചന്ദ്രനും അലീനയും രോഹിത്തും എല്ലാവരും കൂടെ വരുന്നുണ്ട്. പക്ഷേ ടേബിളിൻ്റെ മുകളിൽ വന്ന് എല്ലാവരും ഇരുന്നതിന് ശേഷവും ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അലീന പോകുന്നത് കൊണ്ടാണ് എല്ലാവരും നല്ല വിഷമത്തിലാണെന്ന്. കൃഷ്ണ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഒന്നും മിണ്ടാത്തത്, ഈ വീട്ടിലെ ഏറ്റവും വലിയ വായാടി നീയാണല്ലോ, എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല, അലീന പോകുന്നതിൻ്റെ വിഷമമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. മോളെ അലീനെ നമുക്ക് രാവിലെ തന്നെ ഇറങ്ങണം, എന്നാലേ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറ്റൂ, എത്രയും പെട്ടെന്ന് തന്നെ നീ റെഡിയാവണം എന്ന് പറയാണ്. ശരിയാച്ച ഞാൻ റെഡിയാവാം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ എല്ലായിടത്തും പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്, അവളെ സന്തോഷത്തോടെ യാത്രയാക്ക്, അവൾ തന്നെ എടുത്ത തീരുമാനമല്ലേ, നമ്മളാരും പറഞ്ഞു വിടുന്നതല്ലല്ലോ, അലീനയ്ക്ക് സ്വന്തമായിട്ട് ഇവിടുന്ന് പോകണമെന്ന് തോന്നി, അങ്ങനെ അവൾ പോകുകയല്ലേ, അവൾക്ക് ഏറ്റവും സുരക്ഷ എന്ന എനിക്ക് തോന്നിയൊരു സ്ഥലം ഞാൻ കണ്ടെത്തി കൊടുക്കുകയും ചെയ്ത്, അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്കും എല്ലാവർക്കും നല്ല സങ്കടമാവുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് എണീച്ച് പോവുകയാണ്. അതിനുശേഷവും എല്ലാവരും മിണ്ടാതിരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് എണീച്ച് പോവുകയാണ്. അലീന അങ്ങനെ റെഡിയാവാൻ വേണ്ടി മുറിയിൽ ചെല്ലുമ്പോൾ മുറിയിലിരിക്കുന്ന സാധനം കണ്ട് അലീന ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. സാരിയും അതുപോലെ കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അലീനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ കൊണ്ടുവന്ന് അലീനയ്ക്ക് കൊടുത്തിട്ട് പോയാണ്. തൻ്റെ മകളെ ഒരു രാജകുമാരിയെ പോലെ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ച് അലീനയ്ക്ക് സാരിയും സ്വർണ്ണാഭരണങ്ങളും എല്ലാം കൊണ്ടുവന്ന് ബാലചന്ദ്രൻ കൊടുക്കുകയാണ്. ഇതൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അച്ഛൻ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചതെന്ന്. അപ്പം അത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുകയാണ് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന അച്ഛനെ സഹോദരങ്ങളെ വിട്ടുപോവാൻ അലീനയ്ക്ക് കഴിയുന്നില്ല. അലീന പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. ബാലചന്ദ്രനുമായിട്ടുള്ള നല്ല നിമിഷങ്ങളും അതുപോലെ തന്നെ ബബിതയും കൃഷ്ണയും രോഹിത്തുമായിട്ടുള്ള വഴക്കും സ്നേഹവും എല്ലാം ഇങ്ങനെ ആലോചിച്ച് പൊട്ടിക്കരയുകയാണ്. അലീനയ്ക്ക് പോകാൻ പറ്റുന്നില്ല അവിടുന്ന്. പക്ഷേ തനിക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. ഇനി തൻ്റെ വാക്ക് മാറ്റി പറയാനും തനിക്ക് കഴിയത്തില്ലെന്ന് അലീനയ്ക്കറിയാം. അങ്ങനെ അലീന പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഒരു രാജകുമാരിയെ പോലെ ബാലചന്ദ്രൻ നൽകിയ സാരിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്.